ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാചകമൊന്നുമല്ല, ഒരു ആർട്ടാണ്. ഇത് നിങ്ങൾ കണ്ടു നോക്കണം. പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് ബ്ലൂപേഴ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. എനിക്കത്ര ആർട്ടൊന്നും അറിയത്തില്ല. വന്നാലും ചുമ്മാ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്ത് നിങ്ങളോടുകൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടത് കുറച്ച് ഫെവിക്കോള്, ഉളൻ ത്രെഡ്, പിന്നെ കുറച്ച് മഞ്ചാടിക്കുരു, ഒരു ബോട്ടിൽ. ഇത്രയുമാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ. ഏത് കളറ് ഉളൻ ത്രെഡ് വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യെല്ലോയും ഗ്രീനും റെഡും ഓറഞ്ചുമാണ്. ഓറഞ്ച് അല്ല, പിങ്ക് ആണ്. എൻ്റെ വീട്ടിൽ ഇത് മാത്രമാണ് ഇരുന്നത്, അതുകൊണ്ടാണ് ഇതുകൊണ്ട് ചെയ്യാമെന്ന് കരുതിയത്. ആദ്യം നമുക്ക് ഫെവിക്കോൾ വന്ന് ബോട്ടിൽ തേച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഫാൻ ഇരിക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ ചുറ്റാൻ വരാത്തത്, കാറ്റിൽ ഇങ്ങനെ പറന്നു പോകുന്നത്. അങ്ങനെ ബോട്ടിലിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ യെല്ലോ കളർ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ സിമ്പിൾ റെസിപ്പീസിന് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാവുന്നതാണ്. യെല്ലോ കളറെല്ലാം ചുറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു കളർ കൂടി ചുറ്റിയെടുക്കാം. അങ്ങനെ രണ്ട് കളറും ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഏതെങ്കിലും ഡിസൈനൊക്കെ നമ്മുടെ മനസ്സിന് തോന്നുന്നതനുസരിച്ച് വെച്ച് ബോട്ടിൽ വന്ന് കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഈ വുളൻ ത്രെഡ് കൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഫ്ലവർ ആണ് ചെയ്ത് ഇതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലുള്ള കുട്ടികൾക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിമ്പിൾ ആർട്ടാണ്. എല്ലാവരുടെ വീട്ടിലും വുളൻ ത്രെഡ് എല്ലാം എപ്പോഴും കാണും. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. ഇപ്പോൾ രണ്ട് കളറും ഒട്ടി. ഇനി നമുക്ക് പൂ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആ സ്റ്റെമ്മ് ചെയ്യാം. അതിന് ഞാൻ ഈ ഗ്രീൻ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീൻ കളറ് ഫെവിക്കോളിൽ വെച്ച് ഇതുപോലെ ഒട്ടിയെടുക്കണം. പിന്നെ പൂവാണ് ചെയ്തത്. ഈ പൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു റെഡ് കളർ വുളൻ എടുത്തിട്ട് രണ്ട് കൈകളുടെ നടുവിൽ വെച്ച് ഇതിങ്ങനെ ചെറുതായിട്ട് ചുറ്റി എടുക്കണം. നമ്മൾക്ക് എത്ര തിക്നെസ്സിൽ വേണമോ ഫ്ലവർ വേണ്ടണോ അതിനനുസരിച്ച് കുറച്ച് അധികമായിട്ട് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ എടുത്ത അതിൻ്റെ എൻഡും ഈ എൻഡും കൂടി ചേർത്ത് അതിനകത്തോട്ട് വെച്ച് ഇങ്ങനെ കെട്ടണം. നല്ല ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഒരു സിസർ കൊണ്ട് കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരും. വലിയ പൂ വേണമെങ്കിൽ നമുക്ക് വലുതായിട്ട് ചുറ്റിയെടുക്കാം. ചെറിയ ഫ്ലവർ വേണമെങ്കിൽ ചെറുതായിട്ട് ചുറ്റി ഇങ്ങനെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പൂവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ ഒട്ടിച്ച് വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലവർ വേണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പെയിന്റ് കൊണ്ട് വരയ്ക്കുകയോ ഏത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പൂവെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ മഞ്ചാടിക്കുരു വെച്ച് ഒന്ന് അലങ്കരിക്കാം. ഇതെല്ലാം എനിക്ക് തോന്നിയതാണ്, ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതാണ്. ഇനി ഇതിനകത്ത് വെക്കാൻ നമുക്ക് ക്യാൻഡിൽ ഫ്ലവർ തയ്യാറാക്കാം. അതിന് വേണ്ടത് ക്യാൻഡിലാണ്. ക്യാൻഡിൽ ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ക്യാൻഡിൽ ഇട്ട് കൊടുക്കണം.
കളർ ഫ്ലവർ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിനകത്ത് കളർ ക്രയോൺസ് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കളർ ക്യാൻഡിൽ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാകുമ്പോൾ ക്യാൻഡിൽ തന്നെത്താനെ ഉരുകി വരും. അത് കൈയിലങ്ങ് ഇടരുത്. നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് വെച്ചിട്ട് അതിനകത്ത് കൈ മുക്കിയതിന് ശേഷം വേണം ക്യാൻഡിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഈർക്കിലാണ് എടുത്തിരിക്കുന്നത്. ഐസിൽ മുക്കിയതിന് ശേഷം ഈ ക്യാൻഡിലോട്ട് കൈ മുക്കി ഇതെടുത്ത് ഇങ്ങനെ വെക്കാവുന്നതാണ്. ആദ്യമൊന്നും എനിക്ക് ശരിയായില്ല, പിന്നെ ചെയ്യാണ് ശരിയായിട്ട് വന്നത്. ഐസിൽ മുക്കിയിട്ട് ക്യാൻഡിലോട്ട് കൈ മുക്കി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. 3 വിരൽ വെച്ചെങ്കിൽ നമുക്ക് വലിയ ഫ്ലവർ കിട്ടും. ഞാനിന്നിവിടെ ഗ്രീനും റെഡും വൈറ്റുമാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. ഇനി ബ്ലൂപേഴ്സ് ഉണ്ട്, അതുകൂടി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.